എന്തും പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് ധ്യാൻ ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ സിനിമകളെക്കാളും ധ്യാനിൻ്റെ അഭിമുഖങ്ങളാണ് എപ്പോഴും സൂപ്പർ ഹിറ്റാവുന്നത്. താരപുത്രൻ എന്ന ലേബൽ ഉള്ളതുകൊണ്ട് തന്നെ താൻ വഴിപിഴച്ചു പോയതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർവ്യൂവിൽ ധ്യാൻ പറഞ്ഞിരുന്നു. അടുത്തിടെ വിദ്യാർത്ഥികളുടെ മയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമായതോടുകൂടി ധ്യാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതിനൊപ്പം വൈറലാവുകയാണ്. ധ്യാൻ പറയുന്നത് ഇങ്ങനെ: സെലിബ്രിറ്റി കിഡ് ആയിരുന്നതുകൊണ്ട് നെപ്പോ കിഡ് എന്നൊക്കെയാണ് എല്ലാവരും എന്നെ വിളിച്ചിരുന്നത്. ഒരു കാലത്ത് ഞാൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വൈകിട്ടുമൊക്കെ ഇത് തന്നെ. മാസങ്ങളോളം വീട്ടിലിരുന്ന് മദ്യപിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്കും പ്രണയമുണ്ടായിരുന്നു. എന്നും മദ്യപിച്ചിട്ടാണെങ്കിലും വീട്ടിൽ പോകും. അമ്മയെ ചീത്ത വിളിക്കും. മൊത്തത്തിൽ യൂസ്ലെസ് ആണെന്ന് തന്നെ പറയാം. ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലെ നിവിൻ്റെ കഥാപാത്രം പോലെയായിരുന്നു എൻ്റെ ജീവിതം. അതിൽ നിവിൻ നയൻതാരയോട് പറയുന്നൊരു ഡയലോഗുണ്ട്: വീട്ടിൽ അച്ഛൻ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ലെന്നും ഈ പൈസയൊക്കെ ആരെങ്കിലും ചിലവാക്കേണ്ടേ എന്നും ഒരു ഡയലോഗുണ്ട്. ഇത് ഞാൻ എൻ്റെ കാമുകിയോട് അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ജീവിതത്തിൽ മാറ്റം വന്നത് വിവാഹം കഴിച്ചതിന് ശേഷമാണെന്ന് ധ്യാൻ പറയുന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസവും മദ്യപിച്ച് ചീട്ട് കളിച്ചിരുന്ന രാത്രിയെക്കുറിച്ചും നടൻ പറയുകയുണ്ടായി. രാത്രി 9 മണിക്ക് എറണാകുളത്ത് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ചീട്ട് കളിയാണ്. പിറ്റേന്ന് കണ്ണൂരാണ് കല്യാണം. ആ സമയത്ത് അമ്മയും കല്യാണ പെണ്ണുമൊക്കെ എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും നാളെ രാവിലെ പോകാമെന്നാണ് കൂട്ടുകാർ പറഞ്ഞത്. നിങ്ങൾ വരുന്നുണ്ടോ എന്ന് അർപ്പിത ചോദിച്ചതോടെ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മദ്യപാനം നിർത്തി രാത്രി തന്നെ പോകാൻ തീരുമാനിച്ചത്. മദ്യപാനത്തിന് പിറകെ ഓർഗാനിക് ലഹരിയുടെ ഉപയോഗം തനിക്കുണ്ടായിരുന്നുവെന്ന് ധ്യാൻ വെളിപ്പെടുത്തിയിരുന്നു. 2018 സിന്തറ്റിക് ലഹരിയിലേക്ക് എത്തി. ഇതോടെ അച്ഛനുമായി കൂടുതൽ പ്രശ്നങ്ങളായി. എൻ്റെ ജീവിതം തുലച്ച് തന്നെ ഇതൊക്കെയായിരുന്നു. ഒടുവിൽ മകൾ ജനിച്ചതോടുകൂടിയാണ് എല്ലാം മാറിയതെന്നും നടൻ കൂട്ടിച്ചേർത്തു.